ഒരേ അനുഭവങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്ത ആളുകൾ ഒന്നായാൽ ഒരുപക്ഷേ അവർക്ക് ജീവിതത്തിൽ പരസ്പരം താങ്ങും തണലും ആകാൻ കഴിയും. ഏറെ പ്രതീക്ഷയോടെ ഏവരെയും പിണക്കി തൻ്റെ പ്രണയത്തിനു വേണ്ടി ഒരു തീരുമാനം വർഷങ്ങൾക്കു മുൻപേ സ്വാതി നിത്യാനന്ദ് എടുക്കുമ്പോൾ താൻ ഒറ്റപ്പെട്ടു പോകുമെന്നോ കണ്ണീരിൽ നിറഞ്ഞ ദിവസങ്ങൾ ഉണ്ടാകുമെന്നോ സ്വാതി പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാൽ അതിനെയൊക്കെ ചെറുപുഞ്ചിരിയോടെ നേരിട്ടുകൊണ്ട് കരിയറിൽ കൃത്യമായി സ്വാതിയുടെ ശ്രദ്ധ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ലേഡി എന്ന് മിനി സ്ക്രീനിലെ പലരും ആവർത്തിച്ചു പറയുമ്പോൾ ആരാധകർക്കും തെല്ലും അഭിപ്രായ വ്യത്യാസവുമില്ല. ആരാധകരുടെ മുൻപിൽ വ്യത്യസ്ത കഥാപാത്രങ്ങൾ ആയി എത്തുമ്പോൾ അവരുടെ പേഴ്സണൽ ജീവിതം പലപ്പോഴും സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കാറുണ്ട്. അത്തരത്തിൽ ക്യാമറാമാൻ വിഷ്ണു സന്തോഷിന് ഒപ്പമുള്ള ചിത്രങ്ങളായിരുന്നു ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തത്. ഇരുവരും മറ്റൊരു ജീവിതത്തിൽ ഉണ്ടായിരുന്നു, അതും ഒരേ ഇൻഡസ്ട്രിയിൽ ഉള്ള ആളുകൾ എന്ന നിലയിൽ ഇരുവരെയും കുറിച്ച് പലവിധ വാർത്തകളും പ്രചരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വിവാഹം ചെയ്തു എന്ന തരത്തിൽ വാർത്തകളും വന്നിരുന്നു. എന്നാൽ വിവാഹം ഉണ്ടായാൽ ഉറപ്പായും തങ്ങൾ അറിയിക്കും എന്ന നിലപാടിലാണ് ഇരുവരും. ജീവിത അനുഭവങ്ങൾ പഠിപ്പിച്ച പാഠം ഏറെയുണ്ട് ഇവരുടെ ജീവിതത്തിൽ. രണ്ടാളുടെയും ദാമ്പത്യ ജീവിതം അത്രയും സുഖകരമായിരുന്നില്ല. ഉറപ്പായും ജീവിതത്തിൽ ഉണ്ടാകും എന്ന് കരുതിയ ആളുകൾ ആരും ഒപ്പം നിന്നില്ല. അനുഭവങ്ങളുടെ തീച്ചുളയിൽ നിന്നും പ്രതീക്ഷയുടെ ദിനങ്ങളിൽ ആണ് ഇരുവരും. ഇനി രണ്ടാളും ജീവിതത്തിൽ ഒന്നായാൽ ആരാധകർ ഒപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരിക്കൽ ഉണ്ടായ പാളിച്ച ഇനിയും സംഭവിക്കാതിരിക്കാൻ ഉറപ്പായും ഇരുവരും ഏറെ ശ്രമിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. മലയാളത്തിന് പുറമെ അന്യഭാഷാ സീരിയലുകളിലും തിളങ്ങുന്ന സ്വാതിക്ക് ഇനിയും ഏറെ ഉയരങ്ങൾ കീഴടക്കാനുണ്ട്. പ്രധാന ഹിറ്റ് സീരിയലുകളുടെ എല്ലാം ഭാഗമാണ് വിഷ്ണു. അദ്ദേഹത്തിനും കരിയറിൽ ഏറെ ഉയരാനുണ്ട്. ഇരുവരും ജീവിതത്തിൽ ഒരുമിച്ചാൽ തങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാതെ പോയ മേഖലകൾ എല്ലാം എത്തിപ്പെടാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും ഓരോ ചിത്രങ്ങളും ആരാധകർക്കും ഒരു പ്രതീക്ഷയാണ്. നിരവധി ഹിറ്റ് സീരിയലുകളുടെ ഭാഗമാണ് സ്വാതി നിത്യാനന്ദ്. ഭ്രമണത്തിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മുഴുവൻ ഇഷ്ടവും വാങ്ങിയ നടിയാണ് സ്വാതി നിത്യാനന്ദ്. സ്വാതി എന്ന പേരിനേക്കാളും ഭ്രമണത്തിലെ ഹരിത എന്ന പേരിലാണ് കൂടുതൽ ആളുകൾ സ്വാതിയെ തിരിച്ചറിയുന്നത്. കോവിഡ് കാലത്തായിരുന്നു സ്വാതിയുടെ വിവാഹം. ക്യാമറാമാൻ പ്രതീഷുമായി സ്വാതിയുടേത് പ്രണയവിവാഹം ആയിരുന്നു. ഏറെ എതിർപ്പുകൾ അവഗണിച്ചാണ് ഇരുവരും ഒന്നായത്.